ഹലോ എവരിബഡി, വീണ്ടും ഒരു സെയിൽ വീഡിയോയുമായിട്ട് രാജം പ്ലാൻസും ലേഖയും എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റാണ്. ബുഷി പോട്ടാണെങ്കിൽ 150 റുപ്പീസ്, സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ 80 റുപ്പീസ്. ഇന്നത്തെ ഈ വീഡിയോയിലുള്ള മിക്ക പ്ലാന്റുകളും ഞാൻ ഈ പറയുന്നതിനേക്കാളും 10 രൂപ കുറച്ചാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിന് 150 റുപ്പീസാണ് 3 ഷൂട്ട് ഏകദേശം വരുന്ന ഇതിന് വില വരിക. അങ്ങനെയല്ല, സിംഗിളായിട്ട് വേണമെങ്കിൽ 80 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. അടുത്തത് ഈ വൈറ്റ് ലക്കാച്ചയുടെ പ്ലാന്റാണ്. ഇതിന് പ്രൈസ് 160 രൂപ. ഇങ്ങനെയുള്ള ചില പ്ലാന്റുകളൊന്നും അധികമില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പ്രൈസ് വരിക 160 റുപ്പീസാണ്. എല്ലാത്തിനും തന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. DTDCയും സ്പീഡ് പോസ്റ്റും ത്രൂ ആണ് പ്ലാൻസ് എല്ലാം അയക്കുന്നത്. GPay ആണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത്. ഫോൺ പേയും ഉണ്ട്. അടുത്തത് ഈ കാണുന്ന ബ്ലാക്ക് എമറാൾഡിൻ്റെ പ്ലാന്റാണ്. നല്ല ഹെൽത്തിയായ നല്ല ഭംഗിയുള്ള പ്ലാന്റ് അല്ലേ. ഇതിന് പ്രൈസ് വരുന്നത് 350 രൂപയാണ്. 350 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരുന്നത്. നല്ല ഡാർക്ക് ഗ്രീനാണ്. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഡാർക്ക് ഗ്രീൻ കളറിൽ ഡിസൈനും പാറ്റേണും ഒന്നും ഇല്ലാത്ത ഒരു ചെടിയാണ്. അടുത്തത് ഈ അഗ്ലോണിമയാണ്. ഇതിൻ്റെ ഐഡിയ എന്തുവെന്ന് അറിയത്തില്ല. ഇതിന് പ്രൈസ് വരുന്നത് 250 രൂപ. 250 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരുന്നത്. നല്ല ഒരു ലൈറ്റ് ഗ്രീൻ, യെല്ലോ കളർന്ന ഒരു ഗ്രീനും പിങ്ക് സ്റ്റെമ്മും ഒക്കെയുള്ള ഒരു പ്ലാന്റാണ്. അടുത്തത് ഇത് വൈറ്റ് ബിഗ്രോയുടെ പ്ലാന്റാണ്. ഇതിനും പ്രൈസ് വരുന്നത് 420 രൂപ. 420 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരുന്നത്. നോർമൽ ബിഗ്രോയാണ് എല്ലായിടത്തും കാണാറുള്ളത്. ഇതിപ്പം വൈറ്റ് ബിഗ്രോയ്. അടുത്തത് ഈ കാണുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 350 റുപ്പീസാണ്. പലർക്കും വലിയ അഗ്ലോണിമകളൊക്കെ വേണമെന്നാണ് പറയാറുള്ളത്. അങ്ങനെയുള്ളവർക്ക് വാങ്ങി വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റാണ്. അടുത്തത് ഈ പേൾ ഓഫ് മെലോയുടെ ഒരു പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 290 റുപ്പീസാണ്. അപ്പോൾ ഈ 290 റുപ്പീസിൻ്റെ പ്ലാന്റ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ പേ ചെയ്യേണ്ടത് 280 റുപ്പീസാണ്. 10 രൂപ കുറവാണ്. അടുത്തത് ഈ കാണുന്ന പിങ്ക് പയ്യയുടെ പ്ലാന്റാണ്. 900 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരിക. ഇതിനും 890 അപ്പോൾ പേ ചെയ്താൽ മതി. കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. നല്ല ഭംഗിയുള്ളൊരു റെയർ പ്ലാന്റാണ് പിങ്ക് പൈ എന്ന് പറയുന്നത്. അടുത്തത് ഇത് നമ്മുടെ നോർമലായ 10 ക്യാരറ്റാണ്. 10 ക്യാരറ്റിൻ്റെയും ചില ഇലകൾക്കൊക്കെ നല്ല നീളവും ചിലത് നല്ല റൗണ്ട് ഷേപ്പിലും വരും. ആ 2 ടൈപ്പും എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതൊരു റൗണ്ട് ഷേപ്പ് വരുന്ന പ്ലാന്റാണ്. 280 10 ക്യാരറ്റിൻ്റെ പ്രൈസ് വരുന്നത്. 280 റുപ്പീസ്. അടുത്തത് ഈ കാണുന്ന റെഡ് എമറാൾഡിൻ്റെ പ്രൈസ് വരുന്നത് 130 രൂപ. 130 റുപ്പീസാണ്. മദർ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത പ്ലാന്റാണ്. അതുകൊണ്ടാണ് അത്ര നീളത്തിൽ സ്റ്റെമ്മൊക്കെ ആയിട്ട് കാണുന്നത്. അടുത്തത് ഇത് സിയാം ഡയമണ്ടിൻ്റെ ഒരു ചെറിയ പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 180 റുപ്പീസാണ്. സിയാം ഡയമണ്ട് നല്ല റൗണ്ടിൽ വലിയ ലീഫുകളൊക്കെ ആകുന്ന ഒരു വെറൈറ്റിയാണ്. അടുത്തത് ഈ കാണുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ 430 ഇതിന് പ്രൈസ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീനിലും യെല്ലോ പോലെയൊക്കെ വരുന്ന, ഗ്രീനിൽ യെല്ലോ കലർന്ന എന്ത് കളർ വരുമോ അതുപോലെ വരുന്ന ഒരു ഡാർക്ക് ഗ്രീൻ അങ്ങിങ്ങായിട്ടുള്ള ഒരു പ്ലാന്റാണ്. 430 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. അടുത്തത് നമ്മുടെ സൂപ്പർ വെയ്റ്റ് ആണ്. സൂപ്പർ വെയ്റ്റിൻ്റെ ഈ സൈസ് പ്ലാന്റിന് ചില പ്ലാന്റുകൾക്കെല്ലാം ഗ്രീൻ കളറെല്ലാം മാറിയിട്ട് വൈറ്റ് കളർ വന്നതാണ്. ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 160 റുപ്പീസ് മാത്രമാണ്. ഇത് എല്ലായ്പ്പോഴും ഈ പ്രൈസിലായിരിക്കത്തില്ല പ്ലാന്റ്സ് ഉണ്ടാവുക. അടുത്തത് ഈ സ്നോ മൗണ്ടൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 180 റുപ്പീസാണ്. ഇതിനും അപ്പോൾ പേ ചെയ്യേണ്ടത് 170 റുപ്പീസ് മാത്രമാണ്. അടുത്തത് ഈ കാണുന്ന മിനിയേച്ചർ ഫോളിയേജ് ആന്തൂറിയത്തിൻ്റെ ഈ പ്ലാന്റിന് പ്രൈസ് വരുന്നത് 200 റുപ്പീസാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. മാഗ്നിഫിഷ്യത്തിൻ്റെ മിനിയേച്ചറാണെന്ന് തോന്നുന്നു. ചെറിയ ബുഷിയായിട്ട് വരുന്ന പ്ലാന്റാണ്. 200 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഈ കാണുന്ന ഒരു 4 പ്ലാന്റ് മാത്രമാണ് ഉള്ളത്. ഒരു പോട്ടിൽ ഒന്നും മറ്റതിൽ 2 പ്ലാന്റ് ഒന്നിച്ച് വെച്ചിരിക്കുകയാണ്. അടുത്തത് ഈ കാണുന്ന യെല്ലോ ഫ്രോസൻ്റെ ഡബിൾ ഷൂട്ടുള്ള പ്ലാന്റാണ്. 410 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഡബിൾ ഷൂട്ടാണ്. അത് സിംഗിളായിട്ട് വേണമെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തും
തരുന്നതാണ്. യെല്ലോ ഫ്രോസൻ്റെ 2 തരം ഫ്രോസൺ, ഒന്നിന് നല്ല ഒരു തായ് ഫ്രോസൺ എന്ന് പറയുന്ന ഒരു ഗ്രീൻ കളർ വരുന്ന പ്ലാന്റ് ഇല്ലേ, ഇതിനൊരു യെല്ലോ കളർ വരുന്നതാണ്. അതിൻ്റെ പ്രൈസാണ് 410 പറഞ്ഞത്. അടുത്തത് ഈ കാണുന്ന ലെക്സബിൻ്റെ പ്ലാന്റിൽ ഒരു ഷൂട്ട് സെയിം സൈസ്, ഏകദേശം മദർ പ്ലാന്റിനേക്കാൾ അത്ര ഇല്ലാത്ത ഒരു ഷൂട്ടും 2 കുഞ്ഞു ഷൂട്ടുകൾ പതുക്കെ ചെറുതായിട്ട് കാണാമല്ലോ, അതും വരുന്ന ഈ ബുഷി പോട്ടിൻ്റെ പ്രൈസ് വരുന്നത് 350 റുപ്പീസാണ്. അടുത്തത് ഈ കാണുന്ന സ്റ്റാർ ഡസ്റ്റിൻ്റെയാണ്. റെഡ് കളറൊന്നും അധികം വന്നിട്ടില്ല. ഈ സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്രൈസും 350 ആണ്. ഇതും ഒരു ബുഷി പോട്ടാണ്, കുറച്ച് ഷൂട്ട്സൊക്കെ വന്ന പ്ലാന്റ് തന്നെയാണ്. അടുത്തത് ഈ പിങ്ക്, ഡയമണ്ട് പിങ്ക് ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഏകദേശം 4 ഷൂട്ടുണ്ട് ഒരു പോട്ടിനകത്ത്. ഈ 4 ഷൂട്ടിൻ്റെയും കൂടെ പ്രൈസും 350 റുപ്പീസ് തന്നെയാണ്. നല്ല ഡാർക്ക് പിങ്ക്, ചൈന പിങ്ക് അല്ല, ഇത് വേറൊരു വെറൈറ്റിയാണ്. ചൈന പിങ്കിൻ്റെ ഇല പോലെ അല്ല, ഡയമണ്ട് പിങ്കോ ബ്യൂട്ടി പിങ്കോ അങ്ങനെ എന്തോ ഐഡി വന്ന പ്ലാന്റാണ്. കുറേ നാളിന് മുമ്പ് വന്ന പ്ലാന്റ് ആയതുകൊണ്ട് ഐഡി ഞാനിപ്പോൾ അങ്ങ് മറന്നുപോയത്. ഇതിനും 350 റുപ്പീസ് തന്നെയാണ് പ്രൈസ് വരുന്നത്. അടുത്തത് ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഒരു സ്പൈക്കുമായിട്ട്. ഇതിന് പ്രൈസ് വരുന്നത് 200 റുപ്പീസാണ്. ഫ്ലവർ വിരിയാത്തത് കൊണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അടുത്തത് ഈ കാണുന്ന സ്പൈഡർ ഓർക്കിഡിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത ഭാഗവും സൈഡ് കട്ട് ചെയ്ത ഭാഗവും സെയിലിനായിട്ടുണ്ട്. ടോപ്പ് കട്ട് ചെയ്ത പാർട്ടിന് 70 റുപ്പീസും സൈഡ് കട്ട് ചെയ്ത പാർട്ടിന് 50 റുപ്പീസുമാണ് പ്രൈസ് വരുന്നത്. എല്ലാത്തിനും 10 രൂപ കുറവാണ്. 50 റുപ്പീസ് എന്ന് പറയുമ്പോൾ 40 റുപ്പീസാണ് പേ ചെയ്യേണ്ടത്. 70ക്ക് 60 ആണ്. അടുത്തത് ഈ കാണുന്ന ചൈന റെഡ്, സുക്സം പിങ്ക്, ചൈന പിങ്ക് എന്നൊക്കെ പറയുന്ന ഈ പ്ലാന്റും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. 190 റുപ്പീസാണ് ഇതിന് പ്രൈസ് വരുന്നത്. നല്ല വലിയ സുക്സം റെഡിൻ്റെ പിങ്ക് കളർ എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് ഈ കാണുന്ന കോർണർ റെഡ് എന്ന ഐഡിയ ഉള്ള ഈ പ്ലാന്റാണ്. നാരോ ലീഫാണ്, പിങ്ക് കളറും ഇടയ്ക്കിടയ്ക്ക് അങ്ങിങ്ങായിട്ട് ഗ്രീൻ കളറുമുള്ള. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 230 രൂപയാണ്. ഡബിൾ ഷൂട്ട് വരുന്ന പോട്ടിൻ്റെ പ്രൈസാണ് പറഞ്ഞത്. അടുത്തത് ഈ കാണുന്ന വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ്. വെരിഗേഷൻസൊക്കെ നന്നായിട്ട് വന്നതാണ്. ഇത് വെയിലത്ത് വെച്ചിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയധികം വെരിഗേഷൻസ് വന്നത്. നല്ല വെയിലത്ത് തന്നെയാണ് മുറ്റത്തിരുന്നതാണ്. 100 രൂപയാണ് ഇതിന് പ്രൈസ് വരിക. മദർ പ്ലാന്റാണ്, ചെറിയ പ്ലാന്റ് അല്ല. ഈ കാണുന്ന ഇത് തന്നെ ഒരു വലിയ സൈസിലുള്ള പ്ലാന്റാണ്. അടുത്തത് ഈ കാണുന്ന നമ്മളുടെ ചില്ലി റെഡിൻ്റെ ഒരു പ്ലാന്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. 100 രൂപയാണ് പ്രൈസ് വരുന്നത് ചില്ലി റെഡിൻ്റെ പ്ലാന്റിന്. കഴിഞ്ഞ സീസണിലൊക്കെ 150-നും ഒക്കെ ഞാൻ തന്നെ വിറ്റിരുന്ന പ്ലാന്റാണ്. ഇപ്പോൾ അതിലൊരു 1-2 പ്ലാന്റൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ബ്ലൂബെറി ഐസിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയതാണ്. ഇതിന് 80 രൂപയാണ് പ്രൈസ് വരിക, 80 റുപ്പീസ്. അടുത്തത് ഈ കാണുന്ന ചെറിയ പൂക്കളുണ്ടാകുന്ന ബോഗൺവില്ലയാണ്. പിങ്ക് കളറിലെ തന്നെ എപ്പോഴും പൂവൊക്കെ നിറച്ചുണ്ടാകുന്ന പ്ലാന്റാണ്. അതിനും 80 രൂപ തന്നെയാണ് പ്രൈസ് വരിക. താങ്ക് യു.